ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ, എക്കോണമിക്കൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് അതിനെക്കുറിച്ചാണ് ബേസിക്കലി. ഇത് കാരണം ഞാൻ ഏകദേശം ഒരു 3-3.5 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഞാനൊരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, പറഞ്ഞ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ലോകത്ത് തിരിച്ചു വരത്തില്ല. സോഷ്യലിസ്റ്റ് എക്കോണമി ലോകത്ത് തിരിച്ചു വരത്തില്ല. ഇത് RIP, റെസ്റ്റ് ഇൻ പീസ്, അതായത് ഇത് കുഴിച്ച് മൂടപ്പെട്ടു. ഇനി അത് തിരിച്ചു വരാൻ കേരളത്തിലെ ചില സഖാക്കൾ നടത്തുന്ന ശ്രമം, അത് ആ കോർണറിൽ മാത്രമേ കാണൂ. കുറച്ച് കഴിയുമ്പോൾ ഈ സഖാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സംഭവം തിരിച്ചു വരത്തില്ല. ഒരു വയറ്റിപ്പഴപ്പായിട്ട് അവർക്കൊരു ഡെയിലി നീഡ്സിൻ്റെ ആഹാരം കഴിക്കാനുള്ള ഒരു ടൂള് മാത്രമായിട്ട് അത് അവശേഷിക്കും. പിന്നീട് അതും ഇല്ലാതാകും. അപ്പം അതിനുശേഷം അതൊരു വൈറൽ കണ്ടന്റ് ആയിരുന്നു ഞാൻ എഴുതി. എനിക്ക് 3-3.5 വർഷമായി ഞാൻ എഴുതിയിട്ട്. പിന്നീട് ചില ഹിന്ദി പത്രങ്ങൾക്കൊക്കെ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അവർ കാരണം ഇത് വായിച്ചിട്ട് വെറുതെ വേണമെന്ന് പറഞ്ഞു. ചില റീജിയണൽ തമിഴ് പത്രങ്ങൾക്ക് ഞാൻ കൊടുത്തത് കോളമായിട്ട്. കാരണം ഞാൻ അത് സ്റ്റഡി ചെയ്തിട്ട് എഴുതിയ കാരണം എന്തുകൊണ്ട് ഇത് തിരിച്ചു വരത്തില്ല, എന്താണ് അതിൻ്റെ വെർട്ടിക്കൽസ്, കാര്യകാരണ സഹിതമാണ് എഴുതിയത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റർ ചർച്ച നടന്നു. സോ ഇറ്റ്സ് ഗുഡ്. ഇപ്പം ഞാനപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. കേരളമായിട്ട് നമ്മളിപ്പോൾ ഗ്ലോബലായിട്ട് പോകുന്നതും വേണ്ട. എന്തുകൊണ്ടാണ് തിരിച്ചു വരാത്തത്? കാരണം കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തോട് നടത്തിയിരുന്ന ഒരു ഷാഡോ ഉണ്ട്, കപടത. എന്താ കപടത? നമ്മുടെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നയാൾ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, ഡിഗ്രീഡ്. ഈ പിണറായി വിജയനും ഈ പറയുന്ന ബ്രണ്ണൻ കോളേജിൽ 2ാമതോ 3ാമതോ പ്രാവശ്യം ഗ്രാജുവേഷൻ എഴുതി ജയിച്ചയാണ്. ഇവരൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മെൻറ്റാലിറ്റിയിൽ ജീവിച്ച് വളർന്ന കക്ഷികളാണ്. പക്ഷെ ഇവർ പഠിച്ചിരിക്കുന്ന മുഴുവൻ കപടതയാണ്. അതായത് ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുക. ഇവർ പറയുന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ വലിയൊരു ലോകം ഉണ്ടാകാൻ പോകുന്നു, രൂപഭയങ്കര സംഭവമാണ്, ഫിഡൽ കാസ്ട്രോ അതിനേക്കാളും വലിയ സംഭവമാണ്, ലോകം മുഴുവനും കമ്മ്യൂണിസം വീണ്ടും വരാൻ പോകുന്നു. ചൈന കമ്മ്യൂണിസം ഇപ്പോൾ പറയത്തില്ല, കാരണം ചൈന ക്യാപിറ്റലിസ്റ്റായി, പേരിന് കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ഈ ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ പ്രസക്തി? നിങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ആദ്യം ആലോചിക്കുക, ഡിജിറ്റൽ ഏജിന് മുമ്പായിരുന്നു മലയാളത്തിലൊരു സിനിമ വന്നത്, സന്ദേശം, സത്യനന്ദക്കാടിൻ്റെയും ശ്രീനിവാസൻ്റെ അടിപൊളി ഇൻഡെപ്തായിട്ടുള്ള സ്ക്രിപ്റ്റിൽ. അപ്പം അതിനകത്ത് കുമാരപിള്ള മാഷ് എന്ന് പറയുന്ന ആളുടെ കഥാപാത്രം ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയാണ്. ഇപ്പം ശ്രീനിവാസൻ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നയാൾ മറ്റൊരു ബുദ്ധിജീവിയാണ്. അപ്പം ഈ ബുദ്ധിജീവി എന്തുകൊണ്ട് ഇലക്ഷന് തോറ്റു എന്നതിന് കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. കൊളോണിയലിസ്റ്റും മറ്റേ ചള്ളും ജവറൊക്കെ പറയും. ഇത് ബേസിക്കലി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ സ്റ്റഡി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, എനിക്ക് കുറച്ച് ബുദ്ധിജീവികളെ അറിയാം, ഒരു ഭൂലോക പൊട്ടന്മാരാ. ആകെ അവർക്ക് പാർട്ടി ക്ലാസ് മാത്രമേ അറിയത്തുള്ളൂ. ഈ പാർട്ടി ക്ലാസ്സിൽ പഠിക്കുന്ന സാധനം ഈ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരോടും ജനങ്ങളോടും ഇവർ പറഞ്ഞങ്ങ് ധരിപ്പിക്കും. കമ്മ്യൂണിസം അതാണ്, കമ്മ്യൂണിസം ഇതാണ്, തേങ്ങാക്കൊലയാണ്, മണ്ണാങ്കട്ടയാണ്, കമ്മ്യൂണിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞ് വലിയവൻ്റെ ഇത് പിടിച്ച് ചെറിയവൻ്റെ കൊടുക്കുന്നു. നിനക്ക് എല്ലാ ദിവസവും ജോലിയുണ്ട്, നിനക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാം, പണക്കാരന് ഇവിടെ ഒന്നുമില്ല, നീയാണ് നാളെ ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ഇപ്പം ഈ രീതിയിൽ മാറ്റിയിട്ട് ഇപ്പം മനസ്സിലാകുമ്പോൾ ഇവരുടെ മുമ്പിലുള്ള ഇപ്പം നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ, അപ്പം അദ്ദേഹത്തിന് പറഞ്ഞൊരു എക്കോണമി ഉണ്ട്, നിങ്ങളത് കേട്ട് കാണും. അത് കുട്ടനാട് എന്ന് പറയുന്ന ഷൊർണൂരിൻ്റെ അടുത്ത് അപ്പം ഉണ്ടാക്കിയിട്ടത് എറണാകുളത്ത് കൊണ്ടുവന്ന് വിറ്റിട്ട്, ഇത് കെ റെയിലിൽ, എന്നിട്ട് അവിടെയുള്ള എറണാകുളത്ത് വന്ന് കൊച്ചി വന്നിട്ട് ഒരു ചായയും കുടിച്ചിട്ട് തിരിച്ചു പോകും. ഇതാണ് കെ റെയിൽ. ഇപ്പം ബേസിക്കലി ആൾക്കാർക്ക് വേണ്ടി 36 ട്രെയിൻ അങ്ങോട്ട് പോകുന്നു, 36 ട്രെയിൻ ഇങ്ങോട്ട് വരുന്നു. ഇതിപ്പോൾ അയാൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബേസിക്കലി ഇത് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിച്ചു കൊടുക്കുന്ന കപടതയും കള്ളത്തരവുമാണ്, ജനങ്ങളുടെ ഉമ്മി പൊടിയിടാൻ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പം പണ്ട് കുമാരപിള്ള സാറ് പറഞ്ഞ സംഭവം ഈ കേരളയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഓപ്പണായിട്ട് പുള്ളി പറഞ്ഞു. അതിനുശേഷം AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനെപ്പറ്റി പുള്ളി പറഞ്ഞ് ശ്രദ്ധിച്ചോ. അത് കഴിഞ്ഞ് ഷംസീർ എന്ന് പറഞ്ഞയാൾ പറഞ്ഞത്, അത് കേരളത്തിലെ സ്പീക്കർ,
ബേസിക്കലി ഇവരെന്തു പറഞ്ഞാലും ഒരു മിനിറ്റ് പോലും ഇല്ലാതെ ഇത് പൊട്ടി അങ്ങ് തെറിക്കുക. കാരണം ചീറ്റി അങ്ങ് പോവുക. അതിൻ്റെ കാര്യം എന്തുവാ? ഡിജിറ്റൽ യുഗം. കാരണം ആൾക്കാർ ലോകം മുഴുവനും കണ്ടോണ്ടിരിക്കുക. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവർ പറയുന്ന ഇമ്പീരിയലിസം? എന്താണ് ഇവർ പറയുന്ന വെസ്റ്റേൺ കൺട്രീസ്? ഓരോന്നായിട്ട് ആൾക്കാർക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരാളുടെ പോലും ആവശ്യമില്ല. അതാണ് ഡിജിറ്റൽ ഏജ്. ആ ഡിജിറ്റൽ ഏജിൽ അതായത് ഒരാൾ അയാളുടെ ഫോണിനകത്ത് ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനകത്ത് ഓരോ സംഭവത്തെ പറ്റി ഏറ്റവും ഇസന്റ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സംശയം ആരോടും ചോദിച്ച് ക്ലാരിറ്റിയുടെ ആവശ്യമില്ല, അവർക്ക് തന്നെ ഇത് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ സംഭവം പറഞ്ഞത്, കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഒരിക്കലും തിരിച്ചു വരത്തില്ല. ഇപ്പം ക്യൂബ ഏറ്റവും സമ്പന്ന രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ക്യൂബയിൽ പട്ടിണിയില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അതേപോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യം വെനസ്വേല, അവിടെ ഒതറിറ്റേറിയൻ അല്ല, അവിടെ കമ്മ്യൂണിസമാണ് എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഇതാണ് ഇഷ്യൂ. ഇപ്പൊ ചിന്ത ജെറോ, ആ പെൺകുട്ടി, ഈ ഞാൻ ആ മോശം പേരെടുത്തു, കാരണം ആ പെൺകുട്ടിയെ പറഞ്ഞതാണ് ക്യൂബയെ പറ്റി ഫിഡൽ കാസ്ട്രോയെ പറ്റിയൊക്കെ വാദവരാത്. ബേസിക്കലി ആ പെൺകുട്ടിക്ക് ഒരു കുന്തം അറിയത്തില്ല. കാരണം ഈ പെൺകുട്ടി മനസ്സിലാക്കണം, SFIയുടെ നേതാവാണ്, യുവജനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. ഈ പെൺകുട്ടിക്ക് ഫീഡ് ചെയ്ത് ബേസിക്കലി പെൺകുട്ടി പൊട്ടിയ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുക, ബേസിക്കലി ഇതിനെപ്പറ്റി അറിയത്തില്ല. അതാണ് എൻ്റെ റിയാലിറ്റി. അപ്പം ഇതേപോലെ പൊട്ടത്തരം SFIക്കാർ കാണിക്കുന്ന പൊട്ടത്തരം. അവർ കമ്മ്യൂണിസ്റ്റ് തിയറിയെ പറ്റി, സോഷ്യലിസ്റ്റ് തിയറിയെ പറ്റി, ഫ്രീഡത്തെ പറ്റിയും പറയുന്നു. അപ്പുറത്ത് പ്രതിപക്ഷത്തുള്ളവരെല്ലാവരെയും ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്നത്. പക്ഷെ അവർ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ അക്രമം. ഇതൊക്കെ ഓരോ ടൈമിൽ ഓരോ ഇവൻ്റ് വരെ വരുമ്പോൾ അവർ ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഈ ഓരോന്നായിട്ടങ്ങ് എക്സ്പോസ് ചെയ്യും. ഈ എക്സ്പോസ് ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നല്ലതായിട്ട് കാണുന്ന ഈ എക്കോണമി, ഇതിൻ്റെ ഒരു സോഷ്യൽ ഫേബ്രിക്, അതായത് ഇതിൻ്റെ സോഷ്യലിസ്റ്റ് മനോഭാവം, സോഷ്യൽ എക്കോണമി, അതായത് പൊളിറ്റിക്കൽ സോഷ്യോ എക്കോണമി, അതിനെ അനുകൂലമായിട്ട് അനുകൂലിക്കുന്നവർ പോലും ഇത് കാണുമ്പോൾ മനസ്സിലായി ഇത് ഇവന്മാർ കാണിക്കുന്ന മണ്ടത്തരം, ഈ പറയുന്ന മുഴുവനും പൊട്ടത്തരം. അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അവർക്ക് വേറെ ആളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ഭയങ്കര കാരണം റിയാലിറ്റി എന്ന് പറയുന്നത്. പാർട്ടിയുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. എന്നോട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വ സഖാക്കളും ഏരിയ കമ്മിറ്റിയിലുള്ളവർ, സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ അവരഡ്മിറ്റ് ചെയ്യുന്ന കാര്യം, കാരണം അവരിത് പഠിക്കും, അവരുടെ മക്കൾ ഇതൊക്കെ പഠിക്കുമോ ഇല്ലയോ, അവരിത് മനസ്സിലാക്കുമോ ഇല്ലയോ? അപ്പം അവർക്കറിയാവുന്ന കാര്യമാണിതൊക്കെ. അതാണ് ഞാൻ പറയുന്നത്, ഒരു വയറ്റിപ്പഴപ്പ് ഡെയിലി സർവൈവലിൻ്റെ ഭാഗമായിട്ട് ഇതങ്ങ് മാറും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം എന്നേക്കുമായിട്ട് RIP, റെസ്റ്റ് ഇൻ പീസ്, ഇത് ഒരിക്കലും എവിടെയും വരത്തില്ല. ഇനി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ലോകത്തെവിടെയും തിരിച്ചു വരുത്തുമില്ല. ഇനി അടുത്തൊരു പോയിന്റ്, എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പറ്റി ഞാൻ ഖറ്റാർ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംഭവം പറഞ്ഞത്? അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും ചോദിച്ചു, ഇസ്ലാമിക ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഒത്തിരി പേര്. എനിക്ക് ശരിക്കും മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. കാരണം അവർക്കറിയാവുന്ന കാര്യം ഞാനിതൊന്നും ഈ സുഡാപ്പികൾ പറയുന്നതൊന്നുമല്ല, ഞാനെന്ന് അവർക്കറിയാം. അപ്പം അവരും ചോദിച്ചു, എന്താ നീ ഇങ്ങനെ പറയാൻ കാരണം? അന്ന് ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സംഭവമാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ പറയുന്ന എക്സ്പ്ലനേഷന് പ്രാധാന്യമാണ്. എന്തുകൊണ്ടാണ് ഖത്തർ വേൾഡ് കപ്പിനെ ഞാൻ കോയിൻ ചെയ്തത്? കാരണം ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറയുന്ന സംഭവം ലോകത്ത് വലിയൊരു ഇവൻ്റ് അത് ഖത്തറിൽ നടന്നു. വേൾഡ് കപ്പ് ഫുട്ബോൾ, ഈ ഒളിമ്പിക്സിനേക്കാളും ഗ്ലോബൽ ഇവൻ്റ് എന്ന് പറയുന്ന ഫുട്ബോളാണ്, വേൾഡ് കപ്പ് ഫുട്ബോളാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവനും ഖത്തറിനെ ശ്രദ്ധിച്ചപ്പോൾ ഖത്തർ കൊണ്ടുവന്ന വഹാബിസവും സലഫിസത്തിൻ്റെ ബ്രേക്ക്, അതായത് അവർ അതിനെ കാണിച്ചു കൊടുക്കാൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഇവൻ്റുകളുണ്ട്. അത് ലോകത്തെ കാണിക്കാൻ ആ രാജ്യം തയ്യാറായില്ല. എൻ്റെ LGBTQ ഇഷ്യൂ തൊട്ട് പല ഇഷ്യൂസുണ്ട്. അപ്പം ബേസിക്കലി ഒരു പൂര പോലെയുള്ള സ്ഥലത്ത് ഇതേപോലൊരു ഇവൻ്റ് നടത്തി ഇവർ ലോകത്തെ മുഴുവനും കാണിച്ചു കൊടുത്തു എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാമിൻ്റെ
ഇസ്ലാം എന്താണ്, ഹദീസ് എന്താണ്, ഇതിൻ്റെ അകത്തെ നിയമം എന്താണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നത്, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങൾ ഇതിനെ വിശ്വസിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ലോകത്തെ കാണിച്ചു കൊടുത്തപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് എക്സ്പോസായി. ആലോചിക്കണം, അതേ സമയത്ത് ഖത്തറിൽ ഫുട്ബോളിൽ പങ്കെടുത്ത ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഫുട്ബോൾ ടീമാണ്. അവിടെ ആ പങ്കെടുത്ത സമയത്ത് ആ ഫുട്ബോൾ ടീം അംഗങ്ങൾ ഒന്നടങ്കം ഇറാന്റെ ദേശീയ ഗാനം പാടാൻ പോലും ആ ടീം അംഗങ്ങൾ തയ്യാറായില്ല. അത് തുടക്കമാണ് ബേസിക്കലി. ഇതെല്ലാം ചേർത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇസ്ലാം ഈസ് ഗോയിങ് ടു എക്സ്പോസ്. ഇസ്ലാം എന്ന് പറഞ്ഞ മതം ഇത് മോഡേണൈസ് ചെയ്തില്ലെങ്കിൽ ഇത് തകരുമെന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അകത്തൊന്നും തിരിച്ചു മാറ്റിയെടുക്കത്തില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് വീഡിയോയിലാണെങ്കിലും ഞാൻ എഴുതുമ്പോഴും ഇത് ഓൾമോസ്റ്റ് ഞാൻ പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് ഞാൻ അതിന് വിവരണം തയ്യാറാക്കും. എന്നിട്ടാണ് കാണാപ്പാട് പഠിച്ച് ടെലിപ്രോംപ്റ്റർ നോക്കിയൊന്നുമല്ല പറയുന്നേ. അപ്പം അതിനകത്തൂടെ വരുന്ന അസംഷൻ എല്ലാം കൂടി എടുത്തിട്ടാണ് നിന്നോട് മുമ്പിൽ പറയുന്നത്. വീണ്ടും പറയുന്നു, ഞാൻ ഖത്തർ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാം പകരും എന്ന് പറഞ്ഞത് 100% സംഭവിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇത് മോഡേണൈസ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് കാരണം? ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് കാരണം? ഡിജിറ്റൽ ഏജ് എന്ന് പറയുന്ന സംഭവം ഈ കേരളത്തിൽ നടക്കുന്ന ചില ഇസ്ലാമിക പണ്ഡിതന്മാരും ക്ലർജീസും സമസ്തയും കാന്തപുരവും പറയുന്നൊന്നും അല്ല. അവർക്കിത് മനസ്സിലായിട്ടില്ല എന്ത് സംഭവം ബേസിക്കലി. അതായത് ഇസ്ലാം എന്ന് പറയും, ഇവർ പറയും ഇസ്ലാം അടിമയല്ല, അടിമത്തമില്ല. പക്ഷെ ഡോക്യുമെന്റേഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് അടിമത്തമുള്ള ഒരു മതത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നയാളും. സംശയം എന്തോ ഉള്ളത്? എത്രയോ തെളിവുകളുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, സ്ത്രീകൾ അടിമയാണ് എന്ന് പറയുമ്പോൾ ഇവരെ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി സ്ത്രീ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ നിങ്ങളെ എക്സ്പോസ് ചെയ്യുക. പിന്നെ ഇതിനെ ചാക്കിടുന്നേ, പിന്നെന്തിനാ 9 വയസ്സ് 10 വയസ്സുള്ള പെൺകുട്ടിയെ പ്രോഫറ്റ് മുഹമ്മദ് ഇസ്ലാമായിട്ട് ഉപയോഗിച്ച് ഒരു തെളിവുകളായിരുന്നു. പിന്നീട് എന്താ സൗദി രാജാവ് പറഞ്ഞ് പുള്ളി കംപ്ലീറ്റ് ഹദീസിനെ തള്ളിക്കളഞ്ഞു. എന്ത് ഹദീസിനെ തള്ളിക്കളയാൻ കാരണം? ഡിജിറ്റൽ. ഖുറാനും ഹദീസും വ്യത്യാസമാണ്. ഞാനല്ല പറഞ്ഞത്, ഇസ്ലാം ഈ പറയുന്ന സൗദിയുടെ കിങ് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂടെ ക്ലർജീസും പറഞ്ഞു. എന്താ പറയുന്ന റീസൺ? ഖുറാൻ എഴുതി കഴിഞ്ഞ് അതിൻ്റെ 200-250 വർഷം കഴിഞ്ഞായിട്ട് ആ ഹദീസ് എഴുതുന്ന ഹദീസിൽ എന്താണ് പറയുന്നത് ഖുറാനുമായിട്ട് ബന്ധമില്ല. എന്താ കാര്യം? അത് അപ്പോഴേതാ വിശ്വസിക്കേണ്ട? ഖുറാൻ വിശ്വസിക്കണം, ഹദീസ് വിശ്വസിക്കണം? ഇതാണ് ചോദ്യങ്ങൾ വരുന്നത്. അതേപോലെ ഇസ്ലാമിനെ ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുവാണെങ്കിൽ, ഇസ്ലാം വിട്ടുപോവുകയാണെങ്കിൽ ദൈവം കോപിക്കും, നീ നരകത്തിലായിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? അതിനെ ബ്രേക്ക് ചെയ്തില്ലയോ? അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിനെതിരെ, പ്രോഫറ്റ് മുഹമ്മദ് പറയുന്ന സംഭവങ്ങൾക്കെതിരെ ഓരോന്നായിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം 1-2 ആകും ഓരോ സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴെന്താ ഉണ്ടായത്? അതായത് ആളുകൾ വായിക്കാൻ തുടങ്ങി. കാരണം പല ഭാഷയിലും ഇതിന് ട്രാൻസ്ലേഷൻ വേർഷനും, നിങ്ങൾ പറഞ്ഞ അറബിക്ക് വായിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ, അങ്ങനൊന്നുമില്ല. പല ഭാഷയിൽ ആക്യുറേറ്റായിട്ട് ഈ സംഭവം ട്രാൻസ്ലേഷൻ തുടങ്ങി. ക്ലർജീസ് മാത്രമേ ഇതിനെപ്പറ്റി ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു. ആര്? ഇസ്ലാമിക് ക്ലർജീസും അതിൻ്റെ പണ്ഡിത സഭ. സാധാരണക്കാരൻ ഇത് വായിക്കാൻ തുടങ്ങി. അവർക്ക് ഇതിൻ്റെ ക്ലാരിറ്റി ചോദിക്കാൻ ഈ പറയുന്ന ഈ ഉസ്താദുമാരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം A-to Z കാര്യം ഡിജിറ്റലിനകത്ത് ഓരോന്നും വന്നുകൊണ്ടിരിക്കും. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇവർക്ക് കഴിയാതായി. അപ്പം അടുത്ത സംഭവം, ഇപ്പം അടുത്ത ചോദ്യം, ഹൂറികൾ 72 പേര് സ്വർഗത്തിൽ സുന്ദരികൾ ഓരോന്നായിട്ട് പൊളിഞ്ഞങ്ങ് പോവുകയാണ് ഈ സംഭവം. ഇവിടെയാണ് തെറ്റ്. ഇവിടെയാണ് ബേസിക്കലി ഇസ്ലാം മതത്തിൻ്റെ ട്രാക്ക് മാറിപ്പോയത്. അവിടെയാണ് മനസ്സിലാക്കേണ്ട. സൗദി അറേബ്യ റിഫോംസ് കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, ചാക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു,
പുതിയ സിറ്റി പണിയുന്നു, മദ്യം വിൽക്കുന്ന കടകൾ വരുന്നു, സ്ത്രീകൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തുടങ്ങി. ഇതെവിടെയാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്? പറ. ഇസ്ലാം പണ്ഡിതന്മാർ, നിങ്ങൾ സുഡാപ്പികളും എവിടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? കോൺസേർട്ട് നടക്കുന്ന മ്യൂസിക്, അതും വലിയ പോപ്പ് സിംഗേഴ്സ്, അമേരിക്കയിലെ നമ്പർ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി കാണുന്നു. സംഗീതം ഇസ്ലാമിന് ഹറാമാണ്. കാസിനോസ് അറിയാമല്ലോ, ഇന്നും ഇന്ത്യയിൽ 1-2 സ്റ്റേറ്റിൽ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് സൗദി അറേബ്യയിൽ കാസിനോസിൽ കളിക്കുന്നത്. അത് കാണാൻ പോകുന്നത്, അത് പങ്കെടുക്കാൻ പോകുന്ന അറബ്സ്. അതും ഹോളി സിറ്റി, ഹോളി ലാൻഡ്. എങ്ങനെയുണ്ട് സംഭവം? ഇതിൻ്റെ കാര്യം എന്തുവാ? സൗദി അറേബ്യക്ക് പിടികിട്ടിയത് സംഭവം തലവേദനയാണ്. കാരണം ഡിജിറ്റൽ ഒരു കാരണവശാൽ ഇത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടോണോ, ഒരു 10 വർഷം കഴിയുമ്പം ഏഷ്യയിലെ തന്നെ ഏറ്റവും മോഡറേറ്റ് രാജ്യമായിട്ട് സൗദി അറേബ്യ മാറും. ഈ സലഫി ഖിലഫിയൊക്കെ ബാൻ ചെയ്യുന്ന കാര്യം എന്ത്? സൗദി അറേബ്യ എന്തിനാണ് മത പോലീസിനെ അവരുടെ കൂടെ കളഞ്ഞത്? റീസൺ എന്തുവാ? കാരണം അവർക്കറിയാം, അത് ഭരിക്കുന്നവർക്കറിയാം, ഈ സാധനത്തെ ലോകം എടുത്ത് ഊരക്കളെ, അതിനുമുമ്പ് ഞങ്ങളങ്ങ് കളഞ്ഞേക്കാം. എന്തുവരെ സൗദി അറേബ്യ ഫണ്ട് നിർത്തിയത്? വഹാബിസം, ഇസ്ലാം, അതേപോലെ മറ്റുള്ള ഇസ്ലാമിന് കൊടുക്കേണ്ട പല ഫണ്ടുകളുണ്ട് ലോകത്ത് പല രാജ്യങ്ങളും. എന്താ നിർത്തിയത്? അവർക്കറിയാം, അവർക്ക് പിടികിട്ടി ഈ സാധനം തൊലയാൻ പോവാ. അതുകൊണ്ട് അവർ നിർത്തിയത്. കാരണം ആ രാജ്യം പുരോഗമനത്തിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അടുത്ത ഫുട്ബോളിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടോണോ, സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം LGBTQ പോലും ഒഫീഷ്യലി അപ്രൂവ് ചെയ്യും. അതാണ് പോകുന്നത്. പിന്നെ അടുത്ത സംഭവത്തിലോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ജോർദാൻ എന്ന് പറയുന്ന കിങ് ആര? കിങ് അബ്ദുള്ള പ്രോഫറ്റ് മുഹമ്മദിന്റെ ഡയറക്റ്റ് ബന്ധുവാണെന്നാണ് പറയുന്നത്. എന്താണ് ജോർദാനിൽ മാറ്റം ഉണ്ടായത്? ജോർദാൻ തന്നെ പറഞ്ഞു, മൈനോറിറ്റീസ്, കാപ്പർ എന്ന് പറഞ്ഞ സാധനമില്ല, അവരെ അംഗീകരിക്കണം, ഇസ്ലാം മോഡേണിസത്തിലോട്ട് വരണം. ഞാൻ പറഞ്ഞതല്ല, കിങ് അബ്ദുള്ള പറഞ്ഞു. എന്താ റീസൺ എന്തുവാ? അയാൾക്ക് പിടികിട്ടി ഈ സാധനം മുന്നോട്ട് പോകാം. അമ്മാൻ അത് ഡിക്ലറേഷൻ ഉണ്ട്, എടുത്ത് വായിച്ചു നോക്ക്. എന്താ അമ്മാൻ ഡിക്ലറേഷൻ? പറയുന്ന ആരാ? കിങ് അബ്ദുള്ള. എന്താണ് ഇന്തോനേഷ്യ പറഞ്ഞത്? ഇതേപോലെ തന്നെ കാഫറില്ല, മറ്റുള്ള മതവിഭാഗങ്ങളെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കണം. അതായത് അവർ ദ്രോഹികളല്ല, അവർ അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാജ്യം. എന്താണ് പാകിസ്ഥാൻ്റെ പല ഭാഗത്തും പറയുന്നത്? അവർക്കും ഇസ്ലാമിനോട് ഈ പോകുന്ന പോക്കിനോട് താല്പര്യമില്ല. എത്രയോ രാജ്യങ്ങൾ, എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഈ മാറ്റം ഉണ്ടായത്. അതിൻ്റെ കാരണം എന്തുവാ? ബേസിക്കലി ഈ പറയുന്ന ഡിജിറ്റൽ യുഗം. വീണ്ടും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയും, വരുന്ന 10-15 വർഷം കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന രീതിയിൽ ഏതാണ് ഹാർഡ് കോറായിട്ട് ഫോളോ ചെയ്യുന്നത്, അവിടെയൊക്കെ ഇത് തകരും. അവിടെയൊക്കെ കാരണം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നത് വലിയ സംഭവം. ഇത്രയും നാളും ഇവർ ഓരോ കാര്യങ്ങളും പറഞ്ഞ്, മതത്തിൻ്റെ സംഭവങ്ങളും പറഞ്ഞ്, മതകാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ഈ സ്ത്രീകളെ അടിച്ചൊതുക്കി. ഇനി അടിച്ചൊതുക്കി നടക്കത്തില്ല. ഈ പറയുന്ന 4 കെട്ടോ 5 കെട്ടോ ഒന്നും ഇന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ സ്ത്രീകളെ വിടുവോ? അതായത് നിങ്ങൾക്ക് അടിമയായിട്ട് ഒരു സ്ത്രീയെ ഇനിയും കിട്ടത്തില്ല മതത്തിൻ്റെ പേരിൽ. അടുത്ത ചൈൽഡ് അബ്യൂസ്, അതായത് ചെറിയ കുട്ടികളെ കല്യാണം കഴിക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു എന്താണ് ഉണ്ടായത്. അതായത് മുസ്ലിം പെൺകുട്ടികളൊക്കെയാണ് താല്പര്യം, 21 വേണ്ട 25 കല്യാണം കഴിച്ചാലും മതി. എന്താണ് അവർക്ക് അതിൻ്റെ കാര്യം? എന്ത്? അവരുടെ പേരൻസ്, അവരുടെ മാതാപിതാക്കൾ, അവരുടെ അമ്മമാർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, അവരൊക്കെ എങ്ങനെയാണ് പോയതെന്ന് അവർ കണ്ടു. കാരണം തടവറയിലായിരുന്നു. ആ രീതി അവർക്ക് വേണ്ട. അവർക്കൊരു കിളവനെ, 55 വയസ്സുള്ള കിളവനെ 13 വയസ്സുള്ള പെൺകുട്ടിയെ കെട്ടാൻ വയ്യ. എത്രയേ ഉള്ളൂ കാര്യം. സംഭവം വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ റോക്കറ്റ് സയൻസിൽ നിന്നും പഠിക്കാനും മതത്തെ പഠിക്കാനും പോകണ്ട. പിന്നെ മറ്റൊന്ന്, എന്തുകൊണ്ടാണ് കൊച്ചു പെൺകുട്ടികളെ ചൈൽഡ് അബ്യൂസിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം ആൾക്കാർ അറിയാൻ തുടങ്ങിയത്? ഇവിടുത്തെ മദ്രസ ഉസ്താദുമാരാ. ഇവിടെ പത്രം ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട, സംഭവം വന്ന് അറസ്റ്റ് ചെയ്ത് പിന്നെ പടം ഉൾപ്പെടെയാണ് വരുന്നത്. ഡിജിറ്റലിൽ ഇത് കയറി കളിക്കാൻ തുടങ്ങി. ഇത് വന്നു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് മദ്രസയിലെ ഉസ്താദുമാരെന്ന് പറയുന്നത് പക്ക ഈ പോസ്കോ കേസിലെ പ്രതികളാണ് അധികവും. ആരാ കാരണം? ഡിജിറ്റല്. അല്ല, ഇത് ലോകത്താരെങ്കിലും അറിയൂ? ഏറ്റവും കൂടുതൽ അബ്യൂസ് ആവുന്ന പാവം പിടിച്ചവൻ. പാവം പിടിച്ചവനാണെങ്കിൽ പാവം പിടിച്ച ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മക്കളെ ഇത് മദ്രസയിൽ വിടുന്നവനാണെങ്കിലും അവനും ബോധം വെച്ചു തുടങ്ങി ഇത് ശരിയല്ല.
അതാണ് ഞാൻ പറയും ഇസ്ലാം തകർന്നു പോകും. അല്ലാതെ പൂർണ്ണമായിട്ട് ഈ സാധനം മാറണം. ഇത് മാറും ഉറപ്പായിട്ട്. ഈ സൗദിയിലുണ്ടായി, ജോർദാനിലുണ്ടായി, UAE-യിലുണ്ടായി, മറ്റു പല രാജ്യങ്ങളിലുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇന്ത്യയിലുണ്ടാകും. അത് കേരളത്തിൽ ഭയങ്കര ഫാസ്റ്റായിട്ടുണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിജിറ്റൽ യുഗം കൊണ്ട് തകർന്നു പോയൊരു സംഭവം കമ്മ്യൂണിസം, മറ്റൊന്ന് തകർച്ചയിൽ നിന്നും തകർച്ചയിലോട്ട് പോകുന്ന ഇസ്ലാം. അല്ല, ഇത് മാറിയില്ല എങ്കിൽ ഇതിൻ്റെ കാര്യമൊക്കെ കട്ടപ്പുകയാണ്. ലോകത്തിന് ചേഞ്ചസ് ആവശ്യമാണ്. ഡിജിറ്റൽ എന്ന് പറഞ്ഞ് എക്സ്പോസ് ചെയ്ത് കൈ കാണിച്ചു, ലോകത്തെ മുഴുവൻ തുറന്നങ്ങ് കാണിച്ചു. ഇത് നിങ്ങൾക്ക് എവിടെയാണ് മറയ്ക്കാനുള്ളത്? നിങ്ങൾ എത്ര ഹദീസ് എന്ന് പറഞ്ഞാൽ, എത്ര മതമെന്ന് പറഞ്ഞാലും, എത്ര ഹൂറികളെന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കത്തില്ല. ഇത് കപടതയാണ്, കള്ളത്തരമാണെന്ന് പറയും. അതാണ് ഡിജിറ്റൽ. ആ യുഗത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ഒരു ലാസ്റ്റ് വാക്ക് പറയാം, അറിവ് നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞൊരു പല പ്രശസ്തരും പറയുന്നുണ്ട്. എന്താ, നോളജ് ക്യാൻ മേക്ക് യു മച്ച് മോർ ഫ്രീഡം. അതായത് അറിവ് നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രയാക്കും. അതാണ് ഇസ്ലാമിൽ നടക്കുന്നത്, അതാണ് കമ്മ്യൂണിസത്തിൽ നടക്കുന്നത്. അപ്പം ആ ഒരു വലിയ തിരമാല, ഒരു സുനാമി അടിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു ഉണക്ക ഉസ്താദ് അതല്ല ഇതല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, ഉണക്ക കമ്മ്യൂണിസ്റ്റുകാരൻ അതല്ല ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ മേളിൽ കൂടെ നിങ്ങൾ കയറിപ്പോവും. അത് കംപ്ലീറ്റ് ബുൾഡോസ് ചെയ്ത് കൂടെ കളയും. അതാണ് നമ്മൾ കാണുന്നത്. അപ്പം കൺക്ലൂഡ് ചെയ്യുന്ന പാട്ടെന്ന് പറയും, ഞാൻ ഈ ഖത്താർ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഭവം പൊളിയുമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങൾ ഓരോ വെർട്ടിക്കൽസ് എടുത്ത് വെച്ച് നോക്ക്, ഞാനിത് പറഞ്ഞ് ശരിയാണോ അല്ലയോ. ഇറാൻ നോക്ക്, സൗദി നോക്ക്, ഇന്തോനേഷ്യ നോക്ക്, ജോർദാൻ നോക്ക്, രാജ്യങ്ങളെടുക്കുക, ഇസ്ലാമിക രാജ്യങ്ങൾ. എവിടം കൊണ്ടാണ് ഇത് പൊളിയുന്നത്? പൊളിഞ്ഞ് ഈ സാധനം തന്നെ ഇല്ലാതാകുക. അതിനു മുമ്പ് ഈ സാധനം മോഡേണൈസ് ചെയ്ത് ഇത് കാരണം ഇത് എല്ലാ ആക്സസിബിൾ എന്ന് പറയുന്ന സംഭവം ചെയ്യുക, ഇവർക്ക് ഫ്രീഡം കൊടുക്കണം. നിങ്ങൾ ചെങ്ങല പോലെ കെട്ടിയിട്ട് ഈ സാധനത്തെ സ്ലേവായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ ലോകം. നിങ്ങളുടെ മേളിൽ കൂടെ പറക്കുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. MP ഉസ്താദ് വായും പൊളിച്ചിരുന്നാലും നടക്കുന്ന കാര്യമൊന്നുമല്ല ഇത്. AP സുന്നി അബൂബക്കർ മുസ്ലിയാനും വായും പൊളിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ മേളിൽ കൂടെ ഒരു ഫ്ലൈ ചെയ്യുന്നത്. ആണും പെണ്ണും ഒരുമിക്കേണ്ടടുത്ത് ഒരുമിക്കും. 60 വയസ്സ് 70 വയസ്സുള്ളവൻ 13 വയസ്സുള്ള കല്യാണം കഴിയപ്പോൾ ഇനി നടക്കാൻ പോകുന്നില്ല. അതാണ് സംഭവം. കാരണം അവൻ എക്സ്പോസ്ഡ് ആയിപ്പോയി. എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ഒരു പരിപാടി ഈ ലോകത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ പീഡിപ്പിച്ച് അവരെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ കാറ്റടിച്ച് മൂടോടെ പിഴുതെറിഞ്ഞ് ദൂരെ കളയും. അതാണ് പിന്നെ വരാൻ പോകുന്നത്.